അഞ്ജുവിലേക്ക് കൂടി പോവാം. അഞ്ജു ഉള്ളത് കിഴക്കേക്കോട്ടയിൽ ഈസ്റ്റ് ഫോർട്ടിലാണെന്ന് എനിക്ക് തോന്നുന്നു. അഞ്ജു, കിഴക്കേക്കോട്ടയിൽ എനിക്ക് തോന്നുന്നു മണക്കാട് ഭാഗമൊക്കെ ഫില്ലായി കഴിഞ്ഞാൽ പിന്നീട് ആളുകൾ ഏറ്റവും കൂടുതൽ സ്ഥലം പിടിക്കുന്നത് കിഴക്കേക്കോട്ടയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുൻപിൽ നിന്ന് പൊങ്കാലിടാനുള്ളൊരു തിരക്കും കാര്യങ്ങളൊക്കെയാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ കിഴക്കേക്കോട്ടയിൽ ഇത്തവണ കുറച്ച് നിയന്ത്രണമൊക്കെ ഉണ്ട്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇന്റർലോക്കുള്ള ഭാഗങ്ങളിലൊക്കെ പൊങ്കാലിടുന്നതിന് വിലക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തിരക്ക് അത്യാവശ്യം കൂടുതലായിരിക്കും മുൻ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച്. ഇപ്പോൾ ഇനി സമയമില്ല, 1.5 മണിക്കൂറും കൂടെ ഉള്ളൂ ഈ ചടങ്ങിന് ഈ തീ പടരാനുള്ള. അപ്പോൾ അവസാനവട്ട ഒരുക്കങ്ങളിലായിരിക്കും അവിടെ എല്ലാവരും, അല്ലേ? അതെ സേതു, എല്ലാവരും അവസാനവട്ട ഒരുക്കത്തിലാണ്, അവരുടെ കാത്തിരിപ്പാണ്. ഇനി പണ്ടാര അടുപ്പിൽ അഗ്നി പകരുന്ന നിമിഷത്തിലേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഉള്ള ഓരോ മൺകലങ്ങളിലും അഗ്നി ഇവിടെയും പടരും. ചേച്ചി, എവിടുന്നാ? ഞാൻ മസ്കറ്റിൽ വരുന്നതാണ്. മസ്കറ്റിന്നോ? എല്ലാ തവണയും വരാറുണ്ട് ഇതുപോലെ? ഇതിപ്പോ 3ാമത്തെ പ്രാവശ്യം. 3 തവണ. എല്ലാ തവണയും പൊങ്കാല സമയത്താണ് വരാറ്? അതെ. എന്താ ഇന്ന് അമ്മയ്ക്ക് നേദിക്കുന്നേ? ഇന്ന് പായസം. പായസം അതെ. ഒറ്റയ്ക്കേ ഉള്ളൂ? അല്ല, ഇവളാണ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആള്. ഇവള് വെഞ്ഞാറമൂടാണ് വീട്, ഞാൻ കണ്ണൂരാണ് വീട്. ഞാനും കണ്ണൂർ. ആണോ? എവിടെ? മട്ടന്നൂർ. അത് ശരി, ഞാൻ കൂത്തുപറമ്പ്. അങ്ങനെ നാട്ടുകാരൊക്കെ കാണാനുള്ള ഒരു അവസരം കൂടി കിട്ടുന്നുണ്ട്. സേതു, എവിടെ ചേച്ചി? ഞാൻ വെഞ്ഞാറമൂട്. എല്ലാ തവണയും വരാറുണ്ടോ? ഇല്ല, ഇത് 3ാമത്തെ വട്ടം. 3ാമത്തെ. ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നത് കാണാൻ കാഴ്ചയിൽ നഗരങ്ങളൊക്കെ നിറഞ്ഞ് കവിഞ്ഞു തുടങ്ങി. ആദ്യത്തെ പൊങ്കാലയാണോ? അതെ, ആദ്യത്തെ പൊങ്കാലയാ. പിന്നെ എന്തൊക്കെയാ ഉണ്ടാക്കുന്നത്? പൊങ്കാല മാത്രമേ ഉള്ളൂ. പൊങ്കാല മാത്രമേ ഉള്ളൂ. ആരെ കൂടെ? അമ്മയാണോ? അല്ല, ചേച്ചി. ചേച്ചി. ചേച്ചി എന്താ ഉണ്ടാക്കുന്നത്? പൊങ്കാല മാത്രമേ ഉള്ളൂ. പൊങ്കാല മാത്രമേ ഉള്ളൂ. എവിടെയാ വീട്? മൈനാഗപ്പള്ളി, സോമലാസം ചന്ത, സോമലാസം. ഓക്കെ, ഇങ്ങനെയാണ് ഓരോരുത്തർ ഇതാ ഇവിടെ ഇപ്പോ ഇതാ തയ്യാറാക്കുന്നൊക്കെ ഉണ്ട്. എന്തൊക്കെയാ ഇത്തവണ അമ്മയ്ക്ക്? ഞാൻ അമ്മയ്ക്ക് നേദിക്കുന്നത് മണ്ടപ്പുറ്റും പൊങ്കലും. മണ്ടപ്പുറ്റ് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാ, എന്ത് ആഗ്രഹത്തിന് വേണ്ടിയിട്ടാ? എന്റെ മോന്റെ നല്ലതിന് വേണ്ടിയിട്ട് ഓരോന്ന് ഉണ്ടാക്കുന്നത് ഓരോ ആഗ്രഹത്തിന് ആണ്. കഴിഞ്ഞ തന്നെ ഇവിടെ തന്നെ ആയിരുന്നത്, കഴിഞ്ഞ വന്നത്. അഞ്ജു, ആ ചേച്ചിയുടെ തലയിലിരിക്കുന്ന തൊപ്പി ശ്രദ്ധിച്ചായിരുന്നോ? അതായത് സേതു, ഈ സമയത്തെ ചൂട് ചെറുതായിട്ടേ ഉള്ളൂ, പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞാൽ ചൂട് വലിയ തരത്തിൽ കൂടും. ആ ഘട്ടത്തില് ഈ നമ്മുടെ ന്യൂസ് മലയാളത്തിന്റെ തൊപ്പികൾ ഇവിടെയുള്ള ആശ്വാസമാകും. അതെ, ചേച്ചിക്ക് അറിയാം ന്യൂസ് മലയാളത്തിന്റെ തൊപ്പിയാണെന്ന്. ഞാൻ തന്നെ ഇവിടെ വിതരണം ചെയ്തു. എന്തായാലും അവരൊക്കെ ഓരോ നിവേദ്യങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണുള്ളത്. ഇവരൊക്കെ ഓരോ തവണ ഇവിടെ വന്ന് പൊങ്കാലിടുന്നതാണ് ഇതേ സ്ഥലത്ത്. ചേച്ചി വന്നപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചു സ്വാതി എവിടെയെന്നാണ്. അപ്പോൾ സ്വാതി ചേച്ചിനൊക്കെ നല്ല പരിചയമുള്ള ആളാണ്. അപ്പോൾ സാധ്യത കണ്ടായിരുന്നു അല്ലേ? ഓക്കെ, എവിടുന്ന് വരാ? ഞങ്ങൾ ശാസ്താംകോട്ട. എല്ലാ തവണ ഇവിടെ തന്നെയാണ്? അല്ല, 2 തവണ കൊണ്ട് ഇവിടാണ്. അല്ലാത്തപ്പോ അങ്ങ് മണർകാടെന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ക്ഷേത്രത്തിൽ ഇടാൻ പറ്റാത്തൊരു സങ്കടം ഉണ്ടോ? പരിസരത്ത് ഇടാൻ പറ്റാത്ത? അതിന്റെ ഒരു വിഷമമുണ്ട്. എന്നാലും പത്മനാഭന്റെ മുമ്പിൽ വന്നു നമുക്ക് ഇവിടുത്തെ ഒരു സന്തോഷമുണ്ട്. എന്തൊക്കെയാണ് ഇത്തവണ? പായസം മാത്രമേ ഉള്ളൂ. എനിക്ക് പായസം മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ എന്റെ അനിയത്തിയുണ്ട്, ഞങ്ങളുടെ അടുത്തുള്ള അമ്മമാരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട് അല്ലേ? ഞങ്ങൾ 12 പേര്. 12 പേര്. ഓക്കെ. അമ്മ, എല്ലാ തവണയും വരാറുണ്ടോ പൊങ്കാല? ഉണ്ട്. ഇത് എത്രാമത്തെ പൊങ്കാലയാ? ഇത് എന്റെ 4ാമത്തെ പൊങ്കാല. 4 വർഷം കൊണ്ട് ഞാൻ വരുന്നത്. ഇത്തവണ എന്തൊക്കെയാണ് നേദിക്കുന്നത്? തെരടിയുണ്ട്, മണ്ടപ്പുറ്റുണ്ട്, പായസമുണ്ട്. അങ്ങനെയാണ്